കേന്ദ്ര ബജറ്റിനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മധ്യകേരളത്തിലെ റബ്ബർ കർഷകർ. സംസ്ഥാന സർക്കാർ താങ്ങുവില ആവശ്യപ്പെടുമ്പോഴും അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിച്ച് വില വർധനവിന് സാഹചര്യം ഒരുക്കണം എന്നാണ് കർഷകരുടെ ആവശ്യം. എന്തായാലും കേന്ദ്ര ബജറ്റ് വരാനിരിക്കെ സംസ്ഥാനത്തെ കർഷകരും വലിയ പ്രതീക്ഷയിലാണുള്ളത്. പ്രത്യേകിച്ച് റബ്ബർ മേഖല കോട്ടയത്തെ സംബന്ധിച്ച് കാലങ്ങളായി കേന്ദ്ര ബജറ്റിലും സംസ്ഥാന ബജറ്റിലും ഒക്കെ അവർ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് അവർക്ക് വില, അതായത് ഈ ഉൽപാദന ചെലവിനനുസരിച്ച് വില വേണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ അവർ പ്രകടിപ്പിക്കുന്നവരാണ്. ഇത്തവണയും അതേ ആഗ്രഹം തന്നെ അവർക്കൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം പാമ്പാടിയിലാണ്, ഒരു റബ്ബർ തോട്ടത്തിലാണ്. ഇവരെല്ലാവരും റബ്ബർ കർഷകരാണ്. നമുക്ക് അവരോട് ചോദിക്കാം, എന്താണ് നിങ്ങളുടെ ഒരു ഇത്തവണത്തെ ഒരു പ്രതീക്ഷ? ഈ റബ്ബറിന് ഇപ്രാവശ്യം വില കൂടുന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. ഈ വിലയ്ക്ക് നമുക്ക് ജീവിത ചെലവുകളൊന്നും മുന്നോട്ട് പോകത്തില്ല. കാര്യം കൂലി കൂടുതലാണ്, അതിനനുസരിച്ചുള്ള റബ്ബറിന് വിലയില്ല, വെട്ടുകാരനെ കിട്ടാനില്ല, ഒരു സഹായം ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഒരു സഹായം ഇല്ല, മുന്നോട്ട് പോകാനൊക്കത്തില്ല. അതാണ്. ഇടയ്ക്കൊന്ന് വില കൂടിയപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ഹാപ്പി ആയിരുന്നല്ലേ? അതെ, ഇടയ്ക്കുള്ള വില എന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചിട്ട് കൂലിയും കൂടി, അതോടൊപ്പം തന്നെ നമ്മുടെ വളം ഇതിനെല്ലാം വില കൂടി. അതിനാനുപാതികമായിട്ടുള്ള ഒരു സംവിധാനം നമുക്ക് ഉണ്ടായാൽ മാത്രമേ ശരിയാവുള്ളൂ. മിനിമം ഒരു 250 രൂപയെങ്കിലും കിട്ടിയില്ല എങ്കിൽ നമുക്കിത് മുതലാകാത്ത അവസ്ഥയാണ്. അതിനേക്കാളുപരി ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ മേഖലയിലെ മുഴുവൻ തോട്ടങ്ങളും വെട്ടാതെ കിടക്കുക. അതെല്ലാം ഈ തോട്ടമെല്ലാം വെട്ടാതെ കിടക്കുന്നതാണ്. അവിടെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തൊഴിൽ ബാങ്കോ എന്തെങ്കിലും അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ റബ്ബർ ബോർഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ കൂടി ചെയ്തു തന്നാൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. മിനിമം ഒരു 250 രൂപയെങ്കിലും കിട്ടിയാൽ മാത്രമേ ഇപ്പം മുതലാവുള്ളൂ. വെട്ടുകൂലി ഇപ്പോൾ തന്നെ ഇവിടെ 3 രൂപയായി, 3.5 രൂപ വേണമെന്നാണ് ഇപ്പം അവരവകാശപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. ഇതിനെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ റബ്ബർ ബഡ്ജറ്റിൽ നമുക്ക് അനുകൂലമായൊരു സംവിധാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേ അതിൽ കാത്തിരിക്കുകയാണ്. ഈ ഇടയ്ക്ക് വില കൂടിയപ്പോൾ എല്ലാവരും വില കൂട്ടി എന്ന് പറഞ്ഞു. വില കുറഞ്ഞപ്പോൾ പക്ഷേ കൂലി കുറയുന്നുണ്ടാവില്ല. അപ്പം കൂടുതൽ അതൊരു പ്രശ്നം ഉണ്ടാവില്ലേ? അതൊരു പ്രശ്നമാണ്. എന്നാലും താങ്ങുവിലയായിട്ട് ഒരു 300 രൂപയെങ്കിലും ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. ഈ ചേട്ടാ, ഈ കേരളം ഒരു 1000 കോടിയൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിലസ്ഥിരതാ ഫണ്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന്. എന്താണൊരു പ്രതീക്ഷ? ഇതിന് നമ്മുടെ നാട്ടുമ്പുറത്ത് പറഞ്ഞാൽ ഈ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുക എന്ന് പറയും. സംസ്ഥാന ഗവൺമെന്റ് ഇവിടുത്തെ റബ്ബർ കർഷകർക്ക് അടിസ്ഥാന വില 250 രൂപ നൽകാമെന്ന് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നൽകിയതാണ്. ആ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നൽകി ഇന്നിപ്പോൾ വിപണിയിൽ 180 രൂപയ്ക്ക് മുകളിൽ വിലയുണ്ട്. ഇപ്പോഴും ഈ റബ്ബറിന്റെ അടിസ്ഥാന വില ഒരു 200 രൂപയ്ക്ക് മുകളിലെങ്കിലും സംസ്ഥാന സർക്കാർ ഉയർത്തിയിട്ടാണ് ഇത് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ ഇവിടുത്തെ റബ്ബർ കർഷകരെ സംരക്ഷിക്കാനാണെന്ന് പറയാം. ഇതിപ്പോൾ വെറും പ്രഹസനമാണ്. ഇത്തരത്തിലുള്ള ഇത്തരം നടപടികൾ ഈ ആവശ്യം കൊണ്ട് പരിഹാരം ഉണ്ടാവില്ല. എന്താണ് വേണ്ടത്? ഇതൊരിക്കലും പ്രായോഗികമായിട്ടുള്ള ഒരു സംഭവമല്ല. എന്നാൽ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു എന്ന് പറയും. ഇവിടുത്തെ കേരളത്തിലെ റബ്ബർ കർഷകർ ഈ ബഡ്ജറ്റിനെ നോക്കിക്കാണുന്നത് ഇന്ന് ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് കാർഷിക മേഖലയിൽ മറ്റു മേഖലകളിലൊക്കെയും ഈ പറയുന്ന മെക്കനൈസേഷൻ, യന്ത്രവൽക്കരണം കാര്യമായി ഉണ്ടെങ്കിൽ റബ്ബർ മേഖലയിൽ അതിന് കാര്യമായ ഒരു പ്രാധാന്യം ഉണ്ടാകുന്നില്ല. ഈ ബഡ്ജറ്റിലെങ്കിലും ഇവിടുത്തെ കർഷകർ ഈ പറയുന്ന റബ്ബർ മേഖലയിലെ യന്ത്രവൽക്കരണ പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു സഹായം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ കോമ്പൗണ്ട് റബ്ബറിൻ്റെ ഇറക്കുമതി, ഇവിടുത്തെ നാച്ചുറൽ റബ്ബറിന് 25% ഉള്ളപ്പോൾ കോമ്പൗണ്ട് റബ്ബറിന് 10% മാത്രമേ ഉള്ളൂ. ആദ്യ കാലഘട്ടങ്ങളിൽ കൃത്യമായി പറയുന്ന റബ്ബർ കണ്ടന്റ് കുറവായിരുന്നുവെങ്കിൽ ടാക്സ് കൂട്ടണം എന്നുള്ളതാണ്. അതാണ് ഈ പറയുന്ന കോമ്പൗണ്ട് റബ്ബറിന്റെ നികുതി 25% വർദ്ധിപ്പിക്കുന്ന ഒരു നടപടി ഈ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നുള്ള ഒരു ഏതാണ്ട് കുറച്ചൊരു കഴിഞ്ഞ പ്രാവശ്യം അത് സംഭവം 10% എത്തിയിരുന്നു. പക്ഷേ 10% എത്തിയപ്പോൾ ടയർ കമ്പനികൾ കൂടുതൽ റബ്ബർ കണ്ടന്റ് കൂട്ടിക്കൊണ്ട് കോമ്പൗണ്ട് റബ്ബറിന്റെ ഇറക്കുമതി വലിയ തോതിൽ വർദ്ധിപ്പിച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പറയുന്ന ടയർ കമ്പനികൾക്ക് കുറഞ്ഞ നിരക്കിൽ ഇത്തരത്തിൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ സ്വാഭാവിക റബ്ബറിന് വില വർദ്ധിക്കുകയില്ല. ഇവിടുത്തെ റബ്ബർ കർഷകരെ സംരക്ഷിക്കാൻ ഇന്ത്യയിൽ ആകമാനം ഈ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ, കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഒരു വിലസ്ഥിരതാ ഫണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് അങ്ങനെയൊക്കെയുള്ള പല ഇടപെടലിലൂടെ ഈ വില വർദ്ധിപ്പിക്കാനുള്ള നീക്കം ഉണ്ടാവണം. സ്വാഭാവികമായിട്ടും അത് മാത്രമേ പ്രായോഗികമാവുള്ളൂ. അതായത് ഇന്ത്യയിൽ ആകമാനം റബ്ബർ കൃഷി ചെയ്യുമ്പോൾ ഈ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലും കേരളത്തിലെയും റബ്ബർ കൃഷിയുടെ രീതികൾ വ്യത്യാസമുണ്ട്. നോർത്ത് ഈസ്റ്റിൽ കോടിക്കണക്കിന് രൂപ കർഷകർക്ക് സബ്സിഡി നൽകിക്കൊണ്ട് കൃഷി ചെയ്യുമ്പോൾ കേരളത്തെ സംബന്ധിച്ചോളം
ഇവിടുത്തെ കർഷകൻ അവൻ്റെ അധ്വാനത്തിൽ നിന്നാണ് ഈ റബ്ബർ കൃഷി വികസിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്കുള്ള ചൂഷണങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന വൻകിട കമ്പനികൾ ഈ നികുതി വെട്ടിച്ചുകൊണ്ട് നടത്തുന്ന ഈ ഇറക്കുമതി ഇതിനെ നിയന്ത്രിക്കാൻ ആവശ്യമായ ഒരു കൃത്യമായ നടപടി ഉണ്ടായെങ്കിൽ മാത്രമേ ആ നടപടി ഉണ്ടാകുന്നത് ഈ ബഡ്ജറ്റിലാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. കാരണം ഈ റബ്ബറും തോട്ടങ്ങളെല്ലാം ഇപ്പോൾ വെറുതെ കിടക്കുകയാണ്. ഈ മനുഷ്യരുടെയൊക്കെ ജീവിതം, പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ ഒരുപാട് മനുഷ്യരുടെ ജീവിതം ഇത്തരം തോട്ടങ്ങളിലൂടെയാണ് രൂപപ്പെട്ടിരുന്നത്. അത് ഇന്ന് പല ഘട്ടത്തിലായി, പല കാലങ്ങളായി പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധിക്ക് പരിഹാരം കേന്ദ്ര ബജറ്റിലൂടെ അവർ പ്രതീക്ഷിക്കുകയാണ്. മധ്യകേരളത്തിലെ റബ്ബർ കർഷകർ ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ബജറ്റ് അവതരണത്തെ നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് 250 രൂപ എങ്കിലും കുറഞ്ഞത് 1 കിലോ റബ്ബറിന് ലഭിച്ചുവെങ്കിൽ മാത്രമേ ഈ കാർഷിക മേഖല നിലനിൽക്കുകയുള്ളൂ എന്നാണ് കേരളത്തിലെ കർഷകർ പറയുന്നത്. റബ്ബർ ടാപ്പിങ്ങിനടക്കം തൊഴിലാളികളെ ലഭിക്കാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ തൊഴിലാളികൾക്ക് കൂലി നൽകുന്നതിനുള്ള പണം പോലും റബ്ബർ ഉൽപ്പന്നത്തിൽ നിന്ന് കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് റബ്ബർ കർഷകർ നേരിടുന്ന പ്രതിസന്ധി. അതുകൊണ്ട് തന്നെ നിരവധി തോട്ടങ്ങൾ ഇപ്പോൾ റബ്ബർ ടാപ്പിംഗ് നടത്താതെ മരങ്ങൾ നശിച്ചു പോകുന്ന സാഹചര്യം കൂടി ആണ് ഉള്ളത്. അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ഒപ്പം പല സംസ്ഥാനങ്ങളും റബ്ബർ കർഷകർക്ക് വലിയ സബ്സിഡികൾ ഉൾപ്പെടെ നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ റബ്ബർ കർഷകർ പിടിച്ചു നിൽക്കുന്നത് എന്നാണ് പറയുന്നത്.